മറ്റൊരാളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നാറുണ്ടോ? പലപ്പോഴും ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ മൂഡ് സ്വിങ്സ് വളരെയധികം അനുഭവിക്കുന്ന ആളുകൾ പറയാറുള്ളതാണ്. എന്നെ എൻ്റെ പേരൻസ് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയല്ലായിരുന്നു. അവർ പറയും, ഞാൻ വേറെ ആരിൽ നിന്നുമല്ലോ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ സ്വന്തം പേരൻസിൽ നിന്നല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നല്ലേ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു തെറ്റാണോ? അവരെന്താ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാത്തേ? അവരെന്താ എന്നെ നോക്കാത്തേ? എനിക്ക് വേണ്ട ഗൈഡൻസ് എന്താ അവർ തരാത്തത്? എൻ്റെ ഇഷ്ടങ്ങൾ എന്താ സാധിച്ചു തരാത്തത്? ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങളായിരിക്കും അവരുടെ ഉള്ളിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇമോഷണലി അൺസ്റ്റേബിളായി തുടരാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മറ്റാരോ, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയോ വന്ന് നമ്മുടെ ലൈഫ് ടേക്ക് ഓവർ ചെയ്യും, നമ്മളെ രക്ഷിക്കും, നമ്മൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുള്ള അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്കിൽ എന്താണ്, നമ്മുടെ കഴിവെന്താണ്, നമ്മുടെ നന്മ എന്താണ്, ഒന്നും തന്നെ കാണാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവില്ല. വല്ലാതെ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. പക്ഷെ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാം? നമ്മളെല്ലാവരും തന്നെ നമ്മുടെ പേരൻസിനെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ സ്പൗസിനെയോ ഒക്കെ തന്നെ പല കാര്യങ്ങളിലും ബ്ലെയിം ചെയ്യുന്നുണ്ടായിരിക്കും. ഈ സമയം നമ്മൾ നമ്മുടെ വാല്യൂ കാണാറുണ്ടോ? അപ്പോൾ എങ്ങനെ ജീവിതത്തെ കുറച്ചുകൂടെ മികച്ച രീതിയിലാക്കാം എന്നുള്ളത് ചിന്തിക്കാനായി സ്വന്തം വാല്യൂ കാണാം. മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിനപ്പുറം എന്താണ് നമുക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നത്, ഒരു സെൽഫ് എസ്റ്റീം വളർത്തുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവർ നമുക്ക് വേണ്ടി ചെയ്തില്ല, പക്ഷെ നമുക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ചിന്തിക്കാറുണ്ടോ? ഇന്നത്തെ ദിവസം നമുക്ക് സമാധാനം കിട്ടാൻ, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ കഴിയും, അതിനെപ്പറ്റി ആലോചിച്ച് നോക്കുക. അതിനുവേണ്ടി കുറച്ച് സമയമെങ്കിലും മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിൽ അതിനെ എടുക്കാൻ തുടങ്ങാം. നമ്മുടെ ഇമോഷൻസിനെ കുറച്ചും കൂടി സ്റ്റേബിളാക്കി കുറച്ചുകൂടി ഹാപ്പി ആയി മാറാനായിട്ട് നമുക്ക് ശ്രമിക്കാം.